അപ്പോൾ നമ്മൾ മൈക്രോ ടീച്ചിങ്ങിൽ വന്നിട്ടുള്ള ഇവാലുവേഷൻ ഫീഡ്ബാക്കിൽ, അതായത് സെൽഫ് അനാലിസിസിൽ നമ്മൾ കുറച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ആ ഒരു ഓഡിയൻസിൻ്റെ റേറ്റിംഗ് സ്കെയിലിൽ കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, എവിടേക്കാണ് മാറ്റം വരുത്തേണ്ടതെന്ന്. ഫൈനലി നമ്മുടെ സൂപ്പർവൈസർ ടീച്ചർ തരുന്ന സജഷൻസിലും മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ മാറ്റങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു സ്കില്ലിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റുഡൻറ് ടീച്ചർ ലെസൺ പ്ലാൻ ഒന്നുകൂടെ എഴുതി അപ്പം തന്നെ വേറൊരു ഗ്രൂപ്പിന് ഈ ഒരു സെയിം സ്കില്ല്, ഈ ഒരു സെയിം ലെസൺ റീടീച്ച് ചെയ്യും. സോ നമ്മൾ എടുക്കുന്ന സെഷനിലെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫീഡ്ബാക്ക് സെഷൻ വി വിൽ റീടീച്ച് ദാറ്റ് ടു എ ന്യൂ ഗ്രൂപ്പ് ഓഫ് students so that the skill can be acquired. So പ്രാക്ടീസ് വഴി ആ ഒരു സ്കില്ല് ഒന്ന് ഉരച്ചൊരച്ച് മൂർച്ച വരുത്താനായിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ടാമത്തെ ക്ലാസ് എടുക്കും. The student teacher receives a re-feedback and usually feel confident after subsequent sessions of micro-teaching. So ഒരു ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ് കഴിയുമ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ റീഫീഡ്ബാക്ക് എത്രമാത്രം നമ്മൾ കറക്റ്റ് ചെയ്തു, എത്രമാത്രം നമ്മൾ ശരിയായി എന്ന് റീഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ കുറേ സെഷൻസ് കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്കില്ലിൽ ഈ ഒരു കുട്ടി കോൺഫിഡൻ്റ് ആവും. സോ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് MSCയുടെ സമയത്ത് നമ്മൾക്ക് ആദ്യമേ മൈക്രോ ടീച്ചിങ് സെഷൻ ഉണ്ട്, ക്ലാസ്സൊക്കെ എടുക്കാൻ പഠിക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ്സൊക്കെ 5ഉം 6ഉം തവണ ഒരു സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ മാറി എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ സൂപ്പർവൈസർ ടീച്ചർ സാറ്റിസ്ഫൈഡ് ആവുക. ശരി, ഓക്കെ, നീ ഈ സ്കില്ല് അക്വയർ ചെയ്തു എന്നും പറഞ്ഞ് അഹങ്കരിക്കണ്ട, ഇതേപോലെ മുന്നോട്ട് പോകണം. ഇതായിരിക്കും അവർ പറയുന്ന കമൻറ്റ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു 6 ക്ലാസ്സൊക്കെ നമ്മൾ മാറി എടുക്കുക. സോ ദിസ് ഈസ് ഹൗ ടീച്ചേഴ്സ് ആർ പ്രിപ്പയർഡ്. നമുക്കറിയാം, ഒരു കല്ല് എപ്പോഴും ഇങ്ങനെ വെറുതെ മുറ്റത്ത് കിടക്കുന്ന കല്ലിന് അത്ര തിളക്കം ഉണ്ടാവില്ല അല്ലേ? സോ അതെടുത്ത് ഉരയ്ക്കും തോറും അതിൻ്റെ തിളക്കം കൂടി വരും. ഇതാണ് എക്സാക്ട്ലി മൈക്രോ ടീച്ചിങ്ങിൽ നമ്മൾ ചെയ്യുക. ഒരു ടീച്ചറിന് ഒരു സ്കിൽ അക്വയർ ചെയ്യാനായിട്ട് ആ കുട്ടീനെ കൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജിയാണ് മൈക്രോ ടീച്ചിങ്. ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഹോൾ ക്ലാസ്സിന് മുമ്പിൽ എംബാരസ് ചെയ്യാതെ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് ഒരു സ്കെയിൽ ഡൗൺ എൻവയൺമെൻറ്റിൽ അതിനെ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ്. So coming to the different phases, activities and components of micro-teaching. So നമ്മളുടെ JC Clift എന്ന് പറയുന്ന എഡ്യൂക്കേഷണലിസ്റ്റ് പറയുന്ന അനുസരിച്ച് there are 3 basic phases of micro-teaching, which is knowledge acquisition phase, skill acquisition phase and transfer phase. സോ നമ്മുടെ മൈക്രോ ടീച്ചിങ്ങിൽ 3 phases ആണ് JC Clift പറയുന്ന അനുസരിച്ചുള്ളത്. knowledge acquisition phase, skill acquisition phase and transfer phase. സോ ഓരോ ഫേസിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാം. The first phase is knowledge acquisition phase. So in this phase, the student teacher attempts to acquire the knowledge about the skill, its rationale, its role in the classroom and its component behavior. സോ നോളജ് അക്വിസിഷൻ ഫേസിൽ ഈ കുട്ടി ഏത് സ്കില്ലാണോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അച്ചീവ് ചെയ്യേണ്ടത്, ആ ഒരു സ്കില്ലിനെ കുറിച്ചുള്ള നോളജ് അക്വയർ ചെയ്യുന്ന ഫേസാണ് ആദ്യത്തെ നോളജ് അക്വിസിഷൻ ഫേസ്. ഇവിടെ ഈ സ്കില്ലിനെ പറ്റിയുള്ള റാഷണൽസ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഒരു ക്ലാസ് റൂമിൽ ഈ സ്കില്ലിനുള്ള റോൾ എന്നൊക്കെയായിരിക്കും കുട്ടി ഒബ്സർവ് ചെയ്യുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിങ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് ഒരു ക്ലാസ്സിൽ ചോദിക്കണം, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് ഒരു ക്ലാസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കുന്ന ഒരു ഫേസാണ് നോളജ് അക്വിസിഷൻ ഫേസ്. ഹിയർ ദ സ്റ്റുഡൻറ്റ് റിവീൽസ് ഓർ റെഫേഴ്സ് ദ ലിറ്ററേച്ചർ ആൻഡ് ഒബ്സർവ്സ് ഡെമോൺസ്ട്രേഷൻ ലെസൺസ് ഓർ ദ മോഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് സ്കിൽ. സോ ഇവിടെ സ്റ്റുഡൻറ്റ് ടീച്ചർ ചെയ്യേണ്ട കാര്യം, ഒന്ന് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യണം, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ചോദിക്കുക, അതിൻ്റെ വേർഡിങ് ടെക്നിക്ക് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ ഒബ്സർവ് ചെയ്യണം. 2, മോഡൽ ഡെമോൺസ്ട്രേഷൻ ലെസൺസ് കാണണം. അതായത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ
അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു എന്താ ടീച്ചർ സൂപ്പർവൈസറിൻ്റെ ക്ലാസ് ഒക്കെ കൂടിയിട്ട് ആ ക്ലാസ്സിൽ ആ ടീച്ചർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്യണം. Thus the student teacher acquires the theoretical and the practical knowledge of the skill. So this is about the first phase, which is knowledge acquisition phase. ഏത് സ്കില്ലിനെ കുറിച്ചാണോ നമ്മൾക്ക് നോളജ് വേണ്ടത്, ആ ഒരു സ്കില്ല് എന്താണ്, എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഫേസാണ് നോളജ് അക്വസിഷൻ ഫേസ്. ഇവിടെ കുട്ടിയോട് റെലവൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ വായിക്കാനായിട്ടും ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ടുമാണ് നമ്മൾ പറയുക. സോ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് കിട്ടും, അതേസമയം ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് പ്രാക്ടിക്കൽ നോളജ് ഓൾസോ. The next phase is skill acquisition phase. The student teacher prepares a lesson plan, practices the skill and carries out the micro teaching session. So ആ ഒരു സ്കില്ലിനെ കുറിച്ച് പഠിച്ച ശേഷം ആ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ഫേസാണ് സ്കിൽ അക്വസിഷൻ ഫേസ്. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യുക, ആ സ്കില്ലിനെ അക്വയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കും, മൈക്രോ ടീച്ചിങ് സെഷൻ എടുക്കും. So this is done in skill acquisition phase. The student teacher prepares a lesson plan, practices the skill and carries out the micro teaching sessions. The next is transfer phase. Transfer phase nu parayumbo here the student teacher integrates different skills in place of scale down situation. He teaches in real classroom and tries to integrate all skills. സോ ട്രാൻസ്ഫർ ഫേസിൽ ചെയ്യുക, നമ്മൾ ഓരോരോ സ്കില്ലായിട്ടാണ് മൈക്രോ ടീച്ചിങ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ആ മൈക്രോ ടീച്ചിങ്ങിലെ ഓരോരോ സ്കില്ല് വെച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് റിയൽ ആയിട്ട് ഒരു ടീച്ചറായി കഴിയുമ്പോൾ ശരി ഫസ്റ്റ് ഇയറിൻ്റെ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ആ ടീച്ചർക്ക് വിചാരിക്കാൻ പറ്റുമോ, ശരി ഈ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യനിങ് മാത്രമായിരിക്കും എൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കഷൻ മാത്രമായിരിക്കും എൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആ ടീച്ചർക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ടീച്ചർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ആ ഒരു ക്ലാസ്സിൽ എക്സിബിറ്റ് ചെയ്യണം അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ ഫേസിലേക്ക് നമ്മൾ വരുന്നത്, വേർ വി ഇൻ്റഗ്രേറ്റ് ഓൾ ദ സ്കിൽസ് വിച്ച് ആർ ലേൺ ത്രൂ മൈക്രോ ടീച്ചിങ്. സോ ഓരോ മൈക്രോ ടീച്ചിങ്ങിലും കൂടെ അക്വയർ ചെയ്ത ഓരോ ടീച്ചിങ് സ്കില്ലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു റിയൽ ക്ലാസ് എടുക്കുന്ന ഫേസാണ് ട്രാൻസ്ഫർ ഫേസ്. അപ്പോൾ ഇവിടെ മൈക്രോ ടീച്ചിങ്ങിൻ്റെ സെഷനൊക്കെ മാറ്റിയിട്ട് ഒരു റിയൽ ക്ലാസ് റൂമിലേക്ക് ആ ടീച്ചറിനെ എക്സ്പോസ് ആക്കി ആ ഒരു റിയൽ ക്ലാസ് റൂമിൽ ഒരു റിയൽ ആയിട്ടുള്ള ക്ലാസ് എടുത്ത് എല്ലാ സ്കിൽസും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫേസാണ് ട്രാൻസ്ഫർ ഫേസ്. അപ്പോൾ നമ്മൾ 3 ഫേസസ് പറഞ്ഞു. ഏതൊക്കെയാ? The first phase was knowledge acquisition phase, the second phase is skill acquisition phase, and finally the transfer phase. Now we have the steps of micro teaching. So the first step of micro teaching is orientation of student teachers. So in the orientation, necessary information and theoretical knowledge is provided to the student teacher by the supervisor teacher, like the concepts of micro teaching, the significance of micro teaching, the procedures which are to be done, the requirements and settings for adoption of micro teaching session. So orientationൽ ഒരു സൂപ്പർവൈസർ ടീച്ചർ അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള ടീച്ചർ വന്ന് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്താണ് മൈക്രോ ടീച്ചിങ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ മൈക്രോ ടീച്ചിങ് പഠിപ്പിക്കുന്നത്, മൈക്രോ ടീച്ചിങ്ങിലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതായത് ഓരോ ഫേസിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മൈക്രോ ടീച്ചിങ് എടുക്കാനായിട്ട് നമ്മൾ ഒരുക്കേണ്ട എൻവയൺമെൻറ്റൽ സെറ്റിങ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ആണ് ഓറിയൻറ്റേഷൻ ഓഫ് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ്.